നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കേരള സർവകലാശാലയിൽ ഗവർണറും സർക്കാരും തമ്മിൽ നിലനിൽക്കുന്ന ശീതസമരത്തിന് സമാപനമാകുന്നു. വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിലെത്തി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. പരിശോധിക്കാം തലക്കെട്ടുകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധി. പരാതി ഉന്നയിച്ച ഡോക്ടർ അഷറഫ് ഉസ്മാന് സ്ഥലം മാറ്റം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ ട്രൈബ്യൂണലിന് പരാതി നൽകി അഷറഫ് ഉസ്മാൻ. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചന, പിന്നിൽ ഗൂഢസംഘമെന്നും ആരോപണം. ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണവുമായി മെഡിക്കൽ കോളേജ് അധികൃതർ. സ്ഥലം മാറ്റം സ്വാഭാവിക നടപടി മാത്രമെന്നും വെളിപ്പെടുത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് സർജൻ ഡോക്ടർ കൊച്ചുകൃഷ്ണൻ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക്. Congress party leaders, UDF leaders on the stage, I'd like to welcome all of you here. It is a honor for me to come and speak at this function. വേദിയിലുള്ള മതമേലധ്യക്ഷന്മാർ, അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് ഈ യോഗത്തിൽ വന്ന് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആദരവായി ഞാൻ കണക്കാക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദീപ്ത സ്മരണയിൽ നിറഞ്ഞ നാട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ അനുസ്മരണം. ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനകളും അനുസ്മരണ സമ്മേളനങ്ങളും. സർവമത പ്രാർത്ഥനകളുടെ വേദിയായി വിവിധ ഇടങ്ങൾ. സ്മരണാഞ്ജലിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുൽപ്പള്ളിയിൽ. തന്റെ ഗുരു, ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ വലിയ നേതാവെന്നും രാഹുൽ. വടക്കാഞ്ചേരി മേഖലയിലും ഉമ്മൻചാണ്ടി സ്മരണ. എറണാകുളം ഷൊർണൂർ റെയിൽപാതയിൽ അതീവ സുരക്ഷയുമായി കവച് വരുന്നു. 106.8 കിലോമീറ്റർ ദൂരം പദ്ധതിക്കുള്ള കരാർ കെ-റെയിൽ SS റെയിൽ കൺസോർഷ്യത്തിന്. ചിലവ് 105.8 കോടി രൂപ. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും. എറണാകുളം വള്ളത്തോൾ നഗർ വരെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് കവച് എത്തുന്നത്. കേരളത്തിൽ 3 ദിനം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട്. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. മഴയുടെ ആരവത്തിൽ ജനങ്ങൾക്ക് വലിയ ദുരിതം. ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മത്സ്യബന്ധനത്തിനിടെ മുനയ്ക്കക്കടവിൽ വള്ളം മറിഞ്ഞു കാണാതായ യുവാവിന്റെ ജഡം കണ്ടെത്തി. കൂരിക്കുഴി സ്വദേശി അൻസിലാണ് ദുരന്തത്തിനിരയായത്. ശബരിമല ക്ഷേത്രാങ്കണത്തിൽ അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാനും പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കാനുമുള്ള തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ഡോക്ടറുടെ നീക്കം തടഞ്ഞ ഹൈക്കോടതി. 2 അടി ഉയരവും 108 കിലോ തൂക്കവുമുള്ള പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കാനുള്ള നീക്കമാണ് തടഞ്ഞത്. ലോട്ടസ് ആശുപത്രി ചെയർമാൻ ഡോക്ടർ EK സഹദേവനാണ് വിഗ്രഹം സ്ഥാപിക്കാൻ ശ്രമം നടത്തിയത്. പണപ്പിരിവ് നടത്താനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി വെർച്വൽ ക്യൂ പ്ലാറ്റ്ഫോമിൽ അറിയിപ്പ് പരസ്യപ്പെടുത്തും. വിഗ്രഹം സ്ഥാപിക്കുന്നത് അറിഞ്ഞിട്ടില്ലെന്നും അത് ആചാര ലംഘനമാണെന്നും തന്ത്രി. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുനെ കേരളം ശനിയാഴ്ച കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകും. വിദേശത്തുള്ള
മിഥുന്റെ മാതാവ് സുജ കാലത്ത് 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. 10 മണി മുതൽ 12 മണി വരെ മിഥുന്റെ മൃതദേഹം തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 5 വിളന്തറയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം. സ്കൂൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകി മന്ത്രി ശിവൻകുട്ടി. സ്കൂളിൽ സന്ദർശനം നടത്തി. വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കുടുംബത്തിന് 3 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ അധികൃതർ വീട്ടിലെത്തി കൈമാറി. ജനങ്ങൾ തെരുവു നായ്ക്കളുടെ കടികൊണ്ട് തോറ്റു. വംശവർധന തടയാൻ നടപ്പിലാക്കുന്ന അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ നിയമസങ്കീർണത മൂലം വന്ധ്യംകരണത്തിൽ. സംസ്ഥാനത്തെ 900 കേന്ദ്രങ്ങൾ 30 കുറഞ്ഞു. തൃശൂർ ജില്ലയിൽ ചാവക്കാടും മാളയിലും മാത്രം. വടക്കാഞ്ചേരിയിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഓട്ടുപാറ സർക്കാർ വെറ്ററിനറി പോളിക്ലിനിക്കിൽ നിർമ്മിച്ച ABC കേന്ദ്രം ഉപേക്ഷിച്ച നിലയിൽ. മുൻ സെൻസസ് പ്രകാരം വടക്കാഞ്ചേരിയിൽ തെരുവു നായ്ക്കളുടെ എണ്ണം 565 മാത്രം. കേന്ദ്ര നിയമത്തിൽ സമൂല മാറ്റം അനിവാര്യമെന്ന് വിദഗ്ധർ. തോളൂർ ഇടക്കളത്തൂരിൽ വളക്കുളം പാടശേഖരത്ത് KLDC സഹകരണത്തോടെ മോട്ടോർ ഷെഡ്. തോളൂർ പഞ്ചായത്ത് പദ്ധതിയിൽ ഷട്ടർ. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. പാടശേഖരത്തിൽ നിന്ന് കേച്ചേരി പുഴയിലേക്ക് സ്ഥാപിച്ച ഷട്ടർ കർഷകർക്ക് അനുഭവിക്കുന്ന വലിയ പ്രശ്നത്തിന് പരിഹാരമാകും. കർഷക ക്ഷേമത്തിന് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ലക്ഷങ്ങളുടെ പദ്ധതികൾ. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം ഓഫീസർ G ശ്രീരാജിനെ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലേക്ക് സ്ഥലം മാറ്റം. ഉത്രാളിക്കാവിൽ PV ഹരികൃഷ്ണൻ പുതിയ ഓഫീസർ. ശ്രീരാജിന് യാത്രയയപ്പും ഹരികൃഷ്ണന് സ്വീകരണവും നൽകി. ഉപദേശക സമിതി മുൻ അംഗങ്ങളും പൂരക്കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ജനകീയ ശുചീകരണ ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച വടക്കാഞ്ചേരിയിൽ. കാലത്ത് 9 മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പദ്ധതി തട്ടിപ്പാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. വടക്കാഞ്ചേരിയിൽ നടക്കുന്നത് പുല്ലുവെട്ടൽ യജ്ഞം മാത്രമെന്നും ആരോപണം. നഗരസഭയ്ക്ക് ലഭിക്കുന്ന അവാർഡുകൾ വെറും SMS അവാർഡുകൾ എന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ. ഇടത് സർക്കാരിനെതിരെയുള്ള ആദ്യ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്. ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിക്കെതിരെ 23 കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപനം. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയതായി നേതാക്കൾ.